ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൈക്രോഫോൺ ആണ്. റോഡ് വീഡിയോ മൈക്ക് NDG. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കും ക്രിയേറ്റർമാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോർട്ട് കട്ട് മൈക്രോഫോൺ ആണ്. പ്രത്യേകിച്ച് ക്യാമറ മൗണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് റെക്കോർഡിങ്ങിനും USB ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലും സ്മാർട്ട് ഫോണിലും മികവാർന്ന ശബ്ദം നൽകുന്ന ഒരു മൈക്രോഫോണാണ് ഇത്. ഈ റിവ്യൂവിൽ ഇതിന്റെ സവിശേഷതകളും ടെക്നിക്കൽ ഗുണങ്ങളും ഉപയോഗങ്ങളും എല്ലാമാണ് നാം ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മൈക്ക് NDG ഒരു ഹൈബ്രിഡ് മൈക്കാണ്. ഇതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എയ്റോസ്പേസ് ഗ്രേഡ് അലൂമിനിയം കൊണ്ടാണ്. റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 94 ഗ്രാം വെയിറ്റ് ആണ് ഈ മൈക്രോഫോണിന് വരുന്നത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ക്യാമറയിലും ബൂം പോളിലും ഒക്കെ ഈസി ആയിട്ട് മൗണ്ട് ചെയ്ത് നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിനകത്തുള്ള സ്ലൈഡിംഗ് മൗണ്ട് ഉപയോഗിച്ച് ഈസി ആയിട്ട് പെർഫെക്റ്റ് പൊസിഷനിൽ നമുക്ക് ക്യാമറയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇതിനകത്തുള്ള ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള കേബിൾ മാനേജ്മെന്റ് സിസ്റ്റം കേബിൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഇൻഫിനിറ്റി വേരിയബിൾ ഗെയിൻ കൺട്രോൾ. ഈ ഫീച്ചർ ഔട്ട്പുട്ട് ലെവൽ മൈക്രോഫോണിൽ നിന്ന് ഹെഡ്ഫോൺ ലെവലിലേക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഇക്വലൈസിംഗ് സെറ്റിംഗ്സ് ആണ് വരുന്നത്. ഹൈ ഫാസ്റ്റ് ഫിൽറ്റർ ആൻഡ് ഹൈ ഫ്രീക്വൻസി ബൂസ്റ്റ്. ഹൈ ഫാസ്റ്റ് ഫിൽറ്റർ 75ൽ നിന്നും 150ലേക്ക് ഉയർത്തുമ്പോൾ എക്കോ ലോ സൗണ്ട് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ -20 ഡെസിബൽ പാഡ് ഹൈ SPL ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടാതെ ഹൈ ഫ്രീക്വൻസി സെൽഫ് ബൂസ്റ്റ് വിൻഷീൽഡ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ നമ്മെ സഹായിക്കും. കൂടാതെ ഈ മൈക്കിൽ 2 ചാനൽ റെക്കോർഡിംഗ് ഉണ്ട്. മെയിൻ ചാനലിനേക്കാൾ 20 ഡെസിബിൾ കുറവായിട്ടാണ് റൈറ്റ് ചാനൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ടുള്ള സെക്കൻഡ് ചാനലിലെ ഓഡിയോ ഉപയോഗിക്കാൻ കഴിയും. വീഡിയോ മൈക്ക് NDGയിൽ ആട്ടോ പവർ ഫീച്ചർ ഉണ്ട്. ഇത് നമുക്ക് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ക്യാമറയുടെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മൈക്കും ഓഫ് ആവാൻ സഹായിക്കുന്നു. ഈ ഫീച്ചർ ഉള്ളത് കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്രോഫോൺ ഓൺ ആക്കിയില്ലല്ലോ എന്ന പേടി വേണ്ട. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ബാറ്ററി ലൈഫ് നിലനിർത്താനും സഹായിക്കും. കൂടാതെ മാനുവൽ ആയിട്ടുള്ള പവർ ബട്ടണും ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള ലിഥിയം അയൺ ബാറ്ററി 30 മണിക്കൂറിൽ കൂടുതൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. കൂടാതെ ഡിവൈസുകളിൽ USB കേബിൾ ഉപയോഗിച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ചാർജും ആകുന്നു. കൂടാതെ ഓഡിയോ ഡിപ്പിംഗ് വാർണിംഗ് കാണിക്കുന്ന സമയത്ത് ഇൻകമിംഗ് ഓഡിയോ ക്ലിയർ അല്ല എന്ന സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഈ സമയത്ത് നമ്മൾ ഇതിന്റെ പാഡ് സ്വിച്ച് ഓൺ ആക്കണം. ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ് TRS അല്ലെങ്കിൽ TRRS കണക്ടിവിറ്റി. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് ഓഡിയോ ഡിറ്റക്ടിംഗ് ഫീച്ചർ. TRS ഓർ TRRS ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറയിലാണോ മൊബൈലിലാണോ കണക്ട് ചെയ്തേക്കുന്നതെന്ന് ഈ മൈക്രോഫോണിന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു. ഇതൊരു വെർസറ്റൈൽ ആയിട്ടുള്ള മൈക്രോഫോൺ ആണ്. ഇത് USB-C കണക്ടിവിറ്റി ഉള്ള മൈക്രോഫോൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഈവൻ ടാബിലും നമുക്ക് ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. 3.5 ഓഡിയോ ജാക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മോണിറ്റർ ചെയ്യാനും സാധിക്കും. ഈ ഫീച്ചറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ്, പോഡ്കാസ്റ്റിംഗ്, ബിസിനസ് മീറ്റിംഗ്, വോയിസ് ഓവർ എന്നിവയെല്ലാം തന്നെ നമുക്ക് USB-C കേബിൾ ഉപയോഗിച്ച് ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും.